ഏഴാം ശമ്പള കമ്മീഷന്റെ കാലാവധി ഡിസംബർ 31 അവസാനിക്കും. കേന്ദ്ര സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും കാത്തിരിക്കുന്നത് വൻ ശമ്പള വർധനവാണ്. അതുപോലെ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ഗൂഗിൾ ട്രെൻഡുകളിൽ ഏറ്റവും കൂടുതൽ തിരഞ്ഞ വാക്യങ്ങളിൽ ഒന്നാണ് എട്ടാം ശമ്പള കമ്മീഷൻ ഫിറ്റ്മെന്റ് ഘടകം. ഡിസംബർ 31 ഏഴാം ശമ്പള കമ്മീഷന്റെ കാലാവധി അവസാനിക്കും. കേന്ദ്ര സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും കാത്തിരിക്കുന്നത് ഇനി എട്ടാം ശമ്പള കമ്മീഷനെ കുറിച്ചാണ്. ഇതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ തന്നെയാണ് ഇപ്പോഴുള്ള ചർച്ചാ വിഷയം. സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും യഥാർത്ഥത്തിൽ എത്രത്തോളം ഉയരും എന്നതിനെ പറ്റിയാണ് ചർച്ച. മിക്ക കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും എട്ടാം ശമ്പള കമ്മീഷന്റെ താൽപര്യം വിശാലമായി രണ്ട് കാര്യങ്ങളെ ചുറ്റിപ്പറ്റിയാണ് നിൽക്കുന്നത്. ശുപാർശകൾ നടപ്പാക്കുന്നതിനുള്ള സമയപരിധി, ശമ്പളത്തിന്റെയും പെൻഷൻ വർധനവിന്റെയും വ്യാപ്തി എന്നിവയാണ് ഇതിലെ ഘടകം. ആയതിനാൽ തന്നെ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ഗൂഗിളിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡിംഗ് ആയിരിക്കുന്നതും ഏറ്റവും കൂടുതൽ ആളുകൾ തിരഞ്ഞ വാക്കും ഒന്നാണ് എട്ടാം ശമ്പള കമ്മീഷന്റെ ഫിറ്റ്മെന്റ് ഘടകം. ശമ്പള കമ്മീഷന്റെ ശുപാർശകൾ നടപ്പിലാക്കി കഴിഞ്ഞാൽ സർക്കാർ ജീവനക്കാരിലും പെൻഷൻകാരിലും ശമ്പളം വർദ്ധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനാൽ തന്നെ എന്താണ് ശമ്പള കമ്മീഷന്റെ ഫിറ്റ്മെന്റ് ഘടകം എന്ന് തന്നെയാണ് ആളുകൾ തിരയുന്നത്. ശമ്പളത്തിലും പെൻഷനിലും അർത്ഥവത്തായ വർധനവ് പ്രതീക്ഷിക്കുന്ന കേന്ദ്ര സർക്കാർ ജീവനക്കാരിലും പെൻഷൻകാരിലും എട്ടാം ശമ്പള കമ്മീഷൻ പുതിയ പ്രതീക്ഷകൾ ഉയർത്തിയിട്ടുണ്ട്. ഏകദേശം 50 ലക്ഷത്തിലധികം ജീവനക്കാർക്കും 69 ലക്ഷത്തോളം പെൻഷൻകാർക്കും ശമ്പള പരിഷ്കരണം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അന്തിമ ശുപാർശകൾ, ഫണ്ടിംഗ്, വിജ്ഞാപനം നടപ്പിലാക്കുന്നതിനുള്ള സമയപരിധി തുടങ്ങിയ പ്രധാന വിവരങ്ങൾ ഇപ്പോഴും കാത്തിരിക്കുന്ന ഒന്നുതന്നെയാണ്. എല്ലാ ശമ്പള തലങ്ങളിലുമുള്ള അടിസ്ഥാന ശമ്പളവും പെൻഷനുകളും പരിഷ്കരിക്കുന്നതിന് ഫിറ്റ്മെന്റ് ഘടകം ഉപയോഗിക്കുന്നുണ്ട്. നിലവിലുള്ള അടിസ്ഥാന ശമ്പളത്തിലോ പെൻഷനിലോ പ്രയോഗിക്കുന്ന ഒരു ഗുണിതമായി ഫിറ്റ്മെന്റ് ഘടകം പ്രവർത്തിക്കുന്നു. പുതിയ തുക കൈവരിക്കുന്നതിന് ഉയർന്ന ഫിറ്റ്മെന്റ് ഘടകം വരുമാനത്തിൽ വലിയ കുതിച്ചാട്ടത്തിന് കാരണമാകുന്ന ഒന്നാണ്. അതേസമയം താഴ്ന്നത് കൂടുതൽ മിതമായ വർധനവിന് കാരണമാകുമെന്നും പറയുന്നുണ്ട്. ഇത് ഫിറ്റ്മെന്റ് ഘടകത്തെ എട്ടാം ശമ്പള കമ്മീഷന്റെ ഏറ്റവും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഘടകമാക്കി മാറ്റുകയാണ്. ഈ സംഖ്യയിലെ ഒരു ചെറിയ മാറ്റം പോലും പ്രതിമാസ ശമ്പളത്തിലും ദീർഘകാല ആനുകൂല്യങ്ങളിലും കാര്യമായ മാറ്റമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പുതിയ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കാൻ 18 മാസം സമയമുണ്ട്. അതായത് 2027 ഏപ്രിൽ മെയ് മാസത്തിനുള്ളിൽ ശുപാർശകൾ സമർപ്പിക്കാൻ സാധ്യതയുണ്ട്. അതിനുശേഷം അവ നടപ്പിലാക്കാൻ സർക്കാർ 6 മുതൽ 7 മാസം വരെ എടുത്തേക്കാമെന്നും പറയുന്നു. അതായത് 2027 അവസാനമോ 2028 തുടക്കത്തിലോ ഇത് നടപ്പിലാക്കാൻ സാധ്യതയുണ്ട്. എട്ടാം ശമ്പള കമ്മീഷൻ ഫിറ്റ്മെന്റ് ഘടകം എന്നത് കുറച്ചു കാലമായി സർക്കാർ ജീവനക്കാർ ഏറ്റവും കൂടുതൽ തിരഞ്ഞ പദങ്ങളിൽ ഒന്നുകൂടിയാണ്. കഴിഞ്ഞ 24 മണിക്കൂറിലും ഗൂഗിൾ ട്രെൻഡുകളിൽ ഇത് തന്നെയാണ് കുതിച്ചുയരുന്നത്. ഈ സംഖ്യയിലെ ഒരു ചെറിയ മാറ്റം പോലും പ്രതിമാസ ശമ്പളത്തിലും DA ലിങ്കഡ് വർധനവിലും വിരമിക്കൽ ആനുകൂല്യങ്ങളിലും വലിയ വ്യത്യാസം രേഖപ്പെടുത്തും. അതുകൊണ്ട് തന്നെ എട്ടാം ശമ്പള കമ്മീഷന്റെ മുന്നോടിയായി ഇത് ഏറ്റവും വലിയ ചർച്ചാ വിഷയമായി മാറി. ചില സൂചനകൾ അനുസരിച്ച് ഫിറ്റ്മെന്റ് ഘടകം 1.83-നും 3.0-നും ഇടയിലായിരിക്കുമെന്നാണ് പറയുന്നത്. പല എസ്റ്റിമേറ്റുകളും 2.28-നും 2.86-നും ഇടയിൽ ക്ലസ്റ്റർ ചെയ്യുന്നു. ഏഴാം ശമ്പള കമ്മീഷന്റെ ഫിറ്റ്മെന്റ് ഘടകമായ 2.57-നെ അപേക്ഷിച്ച് ഇത് സ്വാഭാവികമായും കൂടുതൽ കുതിച്ചുചാട്ടത്തിന് പ്രതീക്ഷകൾ ആക്കം കൂട്ടുന്നുണ്ട്. സാമ്പത്തികമായ നിയന്ത്രണങ്ങൾ കണക്കിലെടുക്കുമ്പോൾ എട്ടാം ശമ്പള കമ്മീഷന്റെ ഫിറ്റ്മെന്റ് ഘടകം യഥാർത്ഥത്തിൽ കൂടുതൽ മിതമായ, അതായത് 1.92 മുതൽ 2.08 വരെയുള്ള ശ്രേണിയിലായിരിക്കുമെന്ന് മുൻ ധനകാര്യ സെക്രട്ടറി പറഞ്ഞിരുന്നു. ഈ വീക്ഷണം പ്രതീക്ഷകളെ മയപ്പെടുത്തുന്ന ഒന്നാണ്. എന്നാൽ ജീവനക്കാരുടെ ക്ഷേമത്തിനും സർക്കാർ ധനകാര്യത്തിനുമിടയിൽ കമ്മീഷൻ നിർവഹിക്കേണ്ട സന്തുലിതമായ അവസ്ഥയും എടുത്തു കാണിക്കുന്ന ഒന്നാണ്. 7,000 രൂപ അടിസ്ഥാന ശമ്പളം ഏകദേശം 15,750 രൂപയായി ആറാം ശമ്പള കമ്മീഷന്റെ കീഴിൽ മാറിയിരുന്നു. ഏഴാം ശമ്പള കമ്മീഷനാകട്ടെ മിനിമം അടിസ്ഥാന ശമ്പളം 18,000 രൂപയായി ഉയർത്തി. എന്നാൽ ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത് എട്ടാം ശമ്പള കമ്മീഷനിൽ ഫലപ്രദമായ ഒരു മാറ്റം ഉണ്ടാകുമോ എന്നാണ്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.